മാതാവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് 8 നോയമ്പിൻ്റെ വലിയ ശുശ്രൂഷകൾ നടക്കുന്ന നസ്രാണികളുടെ അമ്മപ്പള്ളിയായ കുറവങ്ങാട് പള്ളിയിൽ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്ന കുറേ ചേച്ചിമാരെ നമുക്ക് കണ്ടുമുട്ടാനിടയായി. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലും ആകൃതിയിലുമാണ് അവർ പൂക്കൾ വെച്ച് മാതാവിൻ്റെ ചുറ്റും അലങ്കരിക്കുന്നത്. വലിയ മനോഹരമായ ഒരു നിമിഷങ്ങളാണ് അത് കാണുമ്പോൾ തന്നെ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ ഉണർവ് ആ പൂക്കൾ ക്രമമായി അടുക്കി വെച്ചുകൊണ്ട് വിവിധ രൂപത്തിലും വിവിധ ചിഹ്നങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സമർപ്പണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. നിങ്ങൾ എത്ര പേരാണ് ഈ പൂക്കളൊക്കെ അടുക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എത്ര പേരുണ്ട്? ഞങ്ങൾ 6 പേരാണ് ശരിക്കും പൂക്കളൊക്കെ അടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 6 പേരും കൂടി ചേർന്നാണ് പൂക്കളെ അലങ്കരിക്കുന്നത് മാതാവിൻ്റെ മുമ്പിൽ. അതും എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ജപമാല പ്രദക്ഷിണമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ഞങ്ങൾ അലങ്കരിക്കും. ആ അലങ്കരിക്കുമ്പോൾ ഞങ്ങൾ 6 പേരും കൂടി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി മാതാവിൻ്റെ പാട്ടുകൾ പാടിയാണ് ഞങ്ങളത് ഓരോ പൂ വയ്ക്കുമ്പോഴും അലങ്കരിക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ചെയ്യണത്. ഞങ്ങൾ ഇത് സാധാരണ ഇപ്പം 8 നോയമ്പിൻ്റെ എല്ലാ ദിവസവും ജപമാല പ്രദക്ഷിണം കഴിഞ്ഞ് രൂപ ഇവിടെ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴാണ്. 9 മണിയാകുമ്പം ഞങ്ങളത് പഴയ രൂപത്തിലിരുന്ന് പൂക്കളെല്ലാം എടുത്ത് മാറ്റും. പിന്നെ വ്യത്യസ്തമായ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ലോകം, നമ്മുടെ വിശ്വാസത്തോട് ചേർന്നുള്ള ലോകം, അങ്ങനെ ഓരോ ലോകം മനസ്സിൽ കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഒരു ദിവസം മാർത്തോമ കുരിശിൻ്റെ ഒരു ഇമേജാണ് കൊടുത്തതെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ പള്ളിയെ വിശ്വാസത്തെ നമ്മുടെ കപ്പൽ പള്ളി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആ കപ്പലിൻ്റെ ഒരു ലോഗോ വെച്ച് അത് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഞങ്ങൾ ഒരു ജപമാല ഫുള്ള് ആ രൂപത്തിന് ചുറ്റും ഞങ്ങൾ തന്നെ കോർത്തിണക്കി പൂ കൊണ്ട് തന്നെ കോർത്തിണക്കി ഇടുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഓരോ ലോഗോകൾ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞങ്ങളുടെ ഒപ്പം മാതാവ് ഉണ്ട്, ഞങ്ങളുടെ മാതാവിൻ്റെ കരം പിടിച്ചാണ് ഞങ്ങളത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷനൊക്കെ മാതാവ് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഞങ്ങളെല്ലാവരും ജപമാല ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വേറെ സംസാരങ്ങളൊന്നും ആ സമയത്തില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ ചൊല്ലി ഞങ്ങൾ വെക്കുന്ന ഓരോ പൂക്കൾ വെക്കുമ്പോഴും അതിനകത്തെല്ലാം മാതാവിൻ്റെ കരസ്പർശം ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഒരു ക്രമപ്പെടുത്തൽ ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാതാവിനോട് ചേർന്നിരിക്കുമ്പോൾ. ഞങ്ങൾക്ക് ആരും ഗൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ തന്നെ തലേദിവസം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ചിലപ്പോൾ ഞങ്ങൾ തലേദിവസം ചർച്ച ചെയ്യും, നമുക്ക് പിറ്റേ ദിവസം എന്ത് ചെയ്യണം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞങ്ങളത് ചെയ്യും. ഇനി അതുമല്ല ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഒരു ലോഗോ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വന്ന് ചിലപ്പം ബ്ലാങ്ക് ആയിട്ട് വന്നാൽ പോലും അമ്മ അതിനുള്ള വഴി കാണിച്ചു തരും. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അമ്മയെ കാണിച്ചു തരുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ നിങ്ങളിത് ഈ 6 പേരോട് ഒരുമിച്ചിരുന്ന് ഈ ഓരോ പൂക്കളിങ്ങനെ എടുത്ത് വെക്കുമ്പോഴെല്ലാം നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതല്ല? അതെ, ഓരോ പൂ വയ്ക്കുമ്പോഴും നമ്മൾ ആ ഒരു ജപമാല ഇപ്പോൾ ഒരു 5 രഹസ്യം കഴിഞ്ഞാൽ അടുത്ത രഹസ്യങ്ങൾ ഞങ്ങൾ ചെല്ലും. അങ്ങനെ ഫുൾ ടൈം ഞങ്ങൾ ജപമാല ചൊല്ലി തന്നെയാണ് രൂപ അലങ്കരിക്കുന്നത്. അതുപോലെ മാതാവിൻ്റെ പാട്ടുകൾ പാടും. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. മാതാവ് ഞങ്ങളുടെ കൂടെ ഉള്ള പോലെ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഞങ്ങൾ ആ രൂപത്തിൽ ഓരോ പൂക്കളും വെക്കണത്. ഇപ്പം ഏതെങ്കിലും ഒരു ലോഗോയാണ് ചെയ്യുന്നെങ്കിൽ തലേദിവസം തന്നെ ഞങ്ങൾ ആ ലോഗോയുടെ ഒരു പ്രിൻ്റ് എടുത്തിരിക്കും. ആ പ്രിൻ്റ് എടുത്തിട്ട് ഒയാസിസിലെ കട്ട് ചെയ്തിട്ട് അതിന് പറ്റിയ മാച്ചിങ് ആയിട്ട് ആ ഫിഗർ കിട്ടാൻ മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവർ കണ്ടുപിടിക്കും. എന്നിട്ട് തലേദിവസം കുറച്ച് വർക്ക് വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യും. എന്നിട്ട് ആ ലോഗോയൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചെയ്യും. ഏകദേശം ഒരു 9 ഇന്നലെയൊക്കെയാണ് ഞങ്ങൾ വെളുപ്പിനെ 1:30 ഒക്കെ ആയി ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും. ഏകദേശം 5-6 മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ സമയം പോകുന്നതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉറക്കം കുറവാണ്, പക്ഷെ ക്ഷീണമില്ലാതെ മാതാവ് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യത്തെ ദിവസം അനുഗ്രഹങ്ങൾ വർഷിച്ചത് വന്നു. പിന്നെ 2ാമത്തെ ദിവസം കൊന്തയാണ്. 2ാമത്തെ ദിവസം ജപമാല വെച്ചു, മുഴുവൻ കൊന്ത വെച്ചു. 3ാമത്തെ ദിവസം ഞങ്ങൾ മർത്തോമ കുരിശ് വെച്ചു. 4ാമത്തെ ദിവസം കപ്പൽ വെച്ചു, കുറവലങ്ങാട് കപ്പൽ വെച്ചു. 6ാമത്തെ ദിവസം നമ്മൾ വെച്ചത്
മെഴുകുതിരികൾ, മുത്തിയമ്മയുടെ തിരികൾ. അതായത് മുത്തിയമ്മ തിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും മുകളിൽ ബ്ലൂ റെഡ്, നടുവിൽ വൈറ്റ്, താഴെ റെഡ്, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നിറച്ച് മുത്തിയമ്മ തിരികൾ വെച്ചാണ് അലങ്കരിച്ചത്. പരിശുദ്ധാത്മാവ് ഇത് വരുന്നത്. ഇന്നത്തെ ലേഖന ഭാഗത്തിനകത്ത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഭൂമിയെ പാദപീഠമാക്കിയവൾ, 12 നക്ഷത്രം ചൂടികൾ. അപ്പോൾ ആ ഒരു ഇമേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ടിരുന്ന ലേഖനം വായിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു വരും. അതെല്ലാം മാതാവ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഒരു നല്ലൊരവസ്ഥ. ഞങ്ങളിപ്പോൾ 12 വർഷമായി ശരിക്കും പറഞ്ഞാൽ ചെയ്തു തുടങ്ങിയിട്ട് തന്നെ. 12 വർഷമായി നമ്മുടെ ഇവിടെ ജപമാല പ്രദർശനം തുടങ്ങിയിട്ട്. ആ 12 വർഷവും ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ 12 വർഷമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ ഒരു അനുഭവമുണ്ട്, ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാം. വർഷത്തിലെ ഏറ്റവും കാത്തിരിക്കുന്ന 8 ദിവസങ്ങളാണിത്. അതുപോലെ ഞങ്ങൾ ഈ മാതാവിനെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും അത് കെട്ടിപ്പിടിച്ച് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ തിരുസലവത്തെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയും, വീടിൻ്റെ കാര്യം പറയും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മാതാവ് ക്രമപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ പറയാൻ പറ്റും. ഇത് മാതാവ് തീർച്ചയായിട്ടും ഞങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഒത്തിരിയേറെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നത് വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മാറ്റിവെക്കും ഈ വെള്ളിയാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഈ ഒരു പൂ വെക്കുന്നത് ഒത്തിരി ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വലാണ്. ഇപ്പം ഞങ്ങൾക്ക് എന്തും സന്തോഷം പറയാം, സങ്കടം പറയാം. പിന്നെ ഞങ്ങളെല്ലാം മാതാവിൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് ആ ഒരു ഇമോഷൻ ഭയങ്കര ഇമോഷണൽ ഞങ്ങൾ അവിടെ വെച്ച് പങ്കുവയ്ക്കും. ഞങ്ങൾ 6 പേര് ഞങ്ങളുടെ സങ്കടങ്ങളും മാതാവിൻ്റെ അടുത്ത് പങ്കുവയ്ക്കും. ഞങ്ങളെല്ലാവരും ഒന്നിച്ചെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് മാതാവിൻ്റെ അടുത്ത്. അമ്മയുടെ അടുത്ത് വന്ന് നമുക്ക് എന്തും പറയരുത്, ഞങ്ങളുടെ ഇന്ന കൊച്ചിന് പരീക്ഷയുണ്ട് കേട്ടോ, അമ്മ നോക്കിക്കോണം, അല്ല ഇന്ന കൊച്ച് പഠിക്കാൻ ദൂരെ പോയിരിക്കുക, അമ്മ നോക്കിക്കോണം, കാത്തുകൊള്ളണം. ഇതൊരു പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് പറയുന്ന ആ ഒരു ഫ്രീഡം, ആ ഇമോഷൻസ് ശരിക്കും ഞങ്ങളൊക്കെ കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും മാതാവിൻ്റെ അടുത്തിരുന്ന്. ഞങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് വന്നത് ജോൾ ചേച്ചിയുടെ മൂത്ത മോളുടെ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത്. അത് 6ാം മാസത്തിൽ ഡെലിവറി പെയിനാന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഇതിങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 6 പേരും കൂടെ ആ സമയത്ത് അമ്മയുടെ അടുത്ത് കൊന്ത ചൊല്ലി, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കൊന്ത ചൊല്ലി അത് പ്രാർത്ഥിച്ചു. ആ ഒരു കൊന്ത കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല എന്ന്. അങ്ങനെ അത്രയും നോർമലായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ഉണ്ടായത്. 8 മന്ത്സ് കഴിഞ്ഞ് ആണ് പിന്നെ ഉണ്ടായുള്ളൂ. അത് ട്വിൻസായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു. ഞങ്ങൾ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, മാതാവിനെ ഞങ്ങൾ നല്ല മനോഹരമായിട്ട് ഒരുക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളെ ഒരുക്കാൻ മാതാവ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര ഉള്ളിൻ്റെ ബോധ്യമുണ്ട്. അപ്പം മാതാവ് ഞങ്ങളെ ഒരുക്കി വിടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് നേരുകയാണ്. ഇതിങ്ങനെ ഒരു മനോഹരമായ ഭാഗ്യം, പ്രത്യേകിച്ച് ഇങ്ങനെ അലങ്കരിക്കുന്നത് മറ്റാരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, നിങ്ങളും മാതാവും മാത്രമായിട്ട്. തീർച്ചയായിട്ടും ഈ ഷെക്കിന ടി വിയിലൂടെ മാതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ നാമം ഇവിടെ മനോഹരമാകുവാനായിട്ട് നിങ്ങളെ കർത്താവ് ഒരുക്കിയതിനോർത്ത് പ്രത്യേകമായിട്ട് നന്ദി കേട്ടോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.